ഷൈൻ ബ്രോ, നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് കുറച്ചധികം ആളുകൾ നമുക്ക് PM-ലും ഒക്കെ DM ചെയ്യുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ, കുറച്ച് മെയിൻലി ആയിട്ടുള്ള കുറച്ച് ഡൗട്ട്സ് ആണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഡൗട്ട്, യൂറോപ്പിലേക്ക് വിസ റിജക്ഷൻസ് ഒന്നുമില്ലാതെ പോകാൻ പറ്റുന്ന കുറച്ച് കൺട്രീസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, വിസ റിജക്ഷൻസ് ഇല്ലാതെ പോകാൻ പറ്റുന്ന കുറച്ച് കൺട്രീസാണ് സ്ലൊവേക്കിയ, സ്ലൊവേനിയ, ചെക്ക് റിപ്പബ്ലിക്, ലിത്വാനിയ, ഹംഗറി, ക്രൊയേഷ്യ തുടങ്ങിയ കൺട്രീസ്. ഇതിൽ സ്ലൊവേനിയയിലും സ്ലൊവേക്കിയയിലും ലിത്വാനിയയിലും നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ TRP വിസ അടിച്ചിട്ട് പോകാം. അതായത് ഗ്യാരണ്ടീഡ് ആയിട്ട് വിസ കിട്ടാൻ ചാൻസസ് ഉള്ള ഒരു സ്കീമാണ് ഈ TRP നാട്ടിൽ നിന്ന് അടിച്ചു പോകുന്നത്. അപ്പം ഈ 3 കൺട്രീസാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ, ചീപ്പായിട്ട് പോകാൻ പറ്റുന്നത്. രണ്ടാമതായിട്ട് ആളുകൾ ചോദിക്കുന്നത്, ഡിഗ്രിക്കൊക്കെ മാർക്ക് കുറഞ്ഞ കുറേ അധികം ആളുകൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, അവർക്കൊക്കെ പുറത്തു പോയി പഠിക്കണമെന്നും ആഗ്രഹമുണ്ട്. അപ്പം അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പോകാൻ പറ്റുന്ന കൺട്രീസ് ഏതൊക്കെയാണ്? അത് ഓഫ് കോഴ്സ് UK ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. അതായത് ഒരു 40% മുകളിൽ മാർക്കുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റി ഓപ്ഷൻസ് ഇപ്പോൾ UK-ലുണ്ട്. പിന്നെ UK മാത്രമല്ല, വേറെയും ഒരുപാട് യൂറോപ്യൻ കൺട്രീസിലേക്ക് മാർക്ക് കുറവുള്ള സ്റ്റുഡൻസിന് പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് പോകാൻ പറ്റുന്ന കൺട്രീസോ? ഫിൻലാൻഡ്, സ്വീഡനിലേക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് പോകാൻ പറ്റും. പിന്നെ ലിത്വാനിയ ഇപ്പോൾ ആ ഒരു ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത ഒരു കൺട്രിയാണ്. പിന്നെ UK-ലേക്കും MRS പ്രോഗ്രാംസിനൊക്കെ ഫാമിലി ആയിട്ട് പോകാൻ പറ്റും. ഇനി വേറൊരു ചോദ്യം ആളുകൾ ചോദിക്കുന്നത്, നഴ്സിംഗ് സ്റ്റുഡൻസിന് പോകാൻ കഴിയുന്ന ഏറ്റവും ബെസ്റ്റ് യൂറോപ്യൻ കൺട്രീസ് ഏതൊക്കെയാണ്? ബൾഗേറിയ, അർമേനിയ, അതുപോലെ ലിത്വാനിയ, അതുപോലെ തന്നെ ഹംഗറി തുടങ്ങിയ കൺട്രീസിലൊക്കെ BSc നഴ്സിംഗിന് പോകുന്നുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറഞ്ഞാൽ, ഇതിൽ ചില കൺട്രീസിൽ നമുക്കൊരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആവശ്യമില്ല. കോഴ്സ് കഴിഞ്ഞതിന് ശേഷം അവർക്ക് നഴ്സിംഗ് ഓപ്ഷൻസ് ഒരുപാടുണ്ട് ഈ കൺട്രീസിലൊക്കെ. പിന്നെ യൂറോപ്യൻ കൺട്രീസ് അല്ലാത്ത കസാക്കിസ്ഥാനിലും നഴ്സിംഗ് ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ജോർജിയയിലും നമുക്ക് നഴ്സിംഗ് ചെയ്യാനുള്ള ഒരുപാട് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇനി SSLC മാത്രമുള്ള ഒരുപാട് വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്ത ആളുകളുണ്ടാവും. അപ്പോൾ അവർക്കും ഈ യൂറോപ്യൻ കൺട്രീസിലോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലൊക്കെ പോയി പഠിക്കാൻ താല്പര്യം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള ആളുകൾക്കുള്ള സാധ്യതകൾ എത്രത്തോളം? സിംഗപ്പൂർ, മലേഷ്യ, മൗറീഷ്യസ്, ചൈന തുടങ്ങിയ കൺട്രീസിലൊക്കെ വെറും ഒരു SSLC ബാക്ക്ഗ്രൗണ്ടിൽ ഡിപ്ലോമ കോഴ്സസ് ഒരുപാട് അവൈലബിൾ ആണ്. മറ്റൊരു ചോദ്യമാണ് MBBS, ഡോക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ളത്. അതായത് MBBS സീറ്റ് നാട്ടിൽ നമുക്കൊക്കെ അറിയാം വളരെ പാടാണ് കിട്ടാൻ, വളരെ ചുരുക്കമാണ് ആളുകൾക്ക്. അപ്പോൾ ഇവർക്ക് ഒക്കെ പുറത്തു പോയി ഒരു ഡോക്ടർ ആവാം എന്നുണ്ടെങ്കിൽ അവർ സെലക്ട് ചെയ്യേണ്ട കൺട്രീസ് ഏതൊക്കെയാണ്? വളരെ അഫോർഡബിൾ ആയിട്ട്, അതായത് ഒരു 25 ലക്ഷത്തിലൊക്കെ താഴെ ഫീ വരുന്ന ഒരുപാട് കൺട്രീസ് ഉണ്ട്. അതിൽ വരുന്ന കുറച്ച് കൺട്രീസാണ് ജോർജിയ, ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, അതുപോലെ ബൾഗേറിയ, അർമേനിയ, അതുപോലെ തന്നെ ഫിലിപ്പീൻസ് തുടങ്ങിയ കൺട്രീസിലൊക്കെ വളരെ അഫോർഡബിൾ ആയിട്ട് MBBS പഠിക്കാൻ പറ്റും. നല്ല രീതിയിൽ നല്ലൊരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിന് കിട്ടുന്നുണ്ട് ഇപ്പോൾ.